നൂറിലധികം കൊച്ചുകുട്ടികൾ ഇരയാക്കപ്പെട്ട അജ്മീർ ബലാത്സംഗ കേസിലെ നിർണായക വിധി മാധ്യമങ്ങൾ മുക്കി. നൂറിലധികം കൊച്ചുകുട്ടികൾ ഇരയാക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ ബലാത്സംഗ കേസായ രാജസ്ഥാനിലെ അജ്മീർ ബലാത്സംഗ കേസിലെ അവശേഷിക്കുന്ന പ്രതികളായ 6 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് പോക്സോ കോടതി നടത്തിയ നിർണായക വിധി കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സംഭവം നടന്ന് 32 വർഷത്തിന് ശേഷമാണ് സുപ്രധാനമായ വിധി വന്നത്. ആകെയുള്ള 18 പ്രതികളിൽ 9 പേർക്ക് നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നു കോടതി. 4 പേരെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. 100ഓളം പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന കേസിൽ അജ്മീർ ദർഗയിലെ ഉന്നതർക്കും ബന്ധമുള്ളതായി ആരോപണം ഉയർന്നിരുന്നു. അങ്ങേയറ്റം സെൻസേഷണലായ വാർത്തയായിരുന്നു ഇതെങ്കിലും അത് കൃത്യമായി അവതരിപ്പിക്കാനോ അതിന് രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങൾ ചർച്ച ചെയ്യാനോ മെനക്കെടാതെ ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായി ആ വാർത്തയെ തമസ്കരിച്ച് കളയുകയായിരുന്നു. അജ്മീർ ഷെരീഫ് ദർഗയിലെ ഗാസിം കുടുംബത്തിലെ അംഗങ്ങളായ ഫാറൂഖ്, നഫീസ് ചിസ്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് രാജ്യത്തെ സ്തംഭിപ്പിച്ച തരത്തിൽ സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും നേരെയുള്ള ഈ അതിക്രമം നടന്നത്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ ഈ പീഡകരായ സഹോദരന്മാർ പ്രണയക്കണിയിൽ കുരുക്കി പീഡിപ്പിച്ച് അതിൻ്റെ ചിത്രങ്ങളെടുത്തും പിന്നെ ഇരകളായ കുട്ടികളുടെ കൂട്ടുകാരികളെയും പലതരത്തിലുള്ള മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ നടത്തി ആളൊഴിഞ്ഞ ഫാം ഹൗസിലേക്കോ ബംഗ്ലാവിലേക്കോ കൊണ്ടുവന്നിട്ട് അവിടെ നിരവധി പുരുഷന്മാർ ചേർന്ന് അവരെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ഈ പീഡന വിവരം പുറം ലോകത്താരും അറിയാതിരിക്കാൻ പീഡന ദൃശ്യങ്ങൾ പകർത്തി അത് പുറത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു കണ്ണിൽ ചോരയില്ലാത്ത ഈ നരാധമന്മാർ ഈ കൊച്ചു പെൺകുട്ടികളെ കാലങ്ങളോളം പിച്ചി ചീന്തിയത്. കുടുംബജീവിതത്തിലെ സകല ധാർമ്മിക മര്യാദകളും മറന്നുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളായ ഈ മനുഷ്യമൃഗങ്ങൾ ഒരു അറപ്പുമില്ലാതെ ഈ തെമ്മാടിത്തരത്തിന് ഇറങ്ങിയതെന്ന് അങ്ങേയറ്റവും മ്ലേച്ഛവും അധപ്പതനവും തന്നെയായിരുന്നു നടന്നത് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അന്നത്തെ രാജസ്ഥാനിലെ അജ്മീറിലെ പ്രാദേശിക അധികാരികളുടെ അറിവോടെ ഒതുങ്ങിപ്പോയതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ കേസ് ശക്തമായി ഉയർന്നു വന്നത് അന്ന് LK അദ്വാനി നടത്തിയ രഥയാത്രയെ തുടർന്ന് ഇന്ത്യയിൽ സാമുദായിക സംഘർഷം രൂക്ഷമായ ഒരു കാലഘട്ടത്തിലായിരുന്നു. കേസ് ശക്തമാവുകയും കേസിലെ മുഖ്യപ്രതികൾ മുസ്ലിങ്ങളും ഇരകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളുമായിരുന്നതിനാൽ അത് രൂക്ഷമായി തുടരുകയും ചെയ്തു. എങ്കിലും 1992 സെപ്റ്റംബറിൽ ക്രൂരമായ പീഡകരിൽ 18 പേർക്കെതിരെ കുറ്റം ചുമത്തുകയുണ്ടായി. അവരിൽ ഒരാൾ 1994 ആത്മഹത്യ ചെയ്തു. വിചാരണ നേരിട്ട ആദ്യ 8 പേർക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചു. എന്നാൽ 4 പേരെ പിന്നീട് രാജസ്ഥാൻ ഹൈക്കോടതി 2001 വെറുതെ വിട്ടു. 2007 ഫാറൂഖ് ചിസ്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. 1992 മെയ്യിൽ അജ്മീർ പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ച ഈ കേസ് വ്യാപകമായ ശ്രദ്ധ അന്ന് നേടിയിരുന്നു. സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും മാപ്പ് അർഹിക്കാത്ത മഹാ അപരാധങ്ങൾ തന്നെയാണ്. അത്തരക്കാരെ വിചാരണ നടത്തി കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. അതിപ്പോൾ അജ്മീറിലായാലും കത്വയിലായാലും ശക്തമായ നടപടികൾ തന്നെ വേണം. പക്ഷേ അജ്മീറിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ മുഖ്യ സാരഥികൾ മുഖ്യപ്രതികളുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചിലർ മനഃപൂർവ്വമായി ആ വാർത്തയ്ക്കെതിരെ നിസ്സംഗത തുടരുകയും പ്രതിഷേധിക്കാൻ മറന്ന് നാവാട്ടം മുട്ടി നിഷ്ക്രിയരായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയാണ്. മലയാള സിനിമയിൽ നടക്കുന്ന ആൺകോയ്മയ്ക്കെതിരെ നടത്തിയ വിശകലനങ്ങളുടെ വാർത്താ തള്ളലിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു പോയതാണ് അജ്മീർ പീഡനത്തിലെ ശേഷിക്കുന്ന പ്രതികൾക്ക് ജീവപര്യന്തം ഉറപ്പിച്ച പോക്സോ കോടതി വിധി എന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. മറിച്ച് തെമ്മാടിത്തരം കാണിക്കുന്ന പ്രതികളുടെ പേര് നോക്കിക്കൊണ്ട് ഇവിടെ നടന്നു വരുന്ന ചില മനഃപൂർവമായ മാറ്റിവെക്കലുകളുടെ ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് അജ്മീർ ബലാത്സംഗ കേസ് വാർത്തയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം.